മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ. മന്ത്രിയെ വാളകത്തെ വീട്ടിൽ കാണാൻ കൊള്ളാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നാണ് ബിന്ദു മേനോൻ പറയുന്നത്. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. സഹായം അഭ്യർത്ഥിച്ചു പോലീസിൽ വിളിച്ചു. ഗണേഷ് കുമാറിനെതിരെ ഫോട്ടോകൾ തെളിവായിട്ടുണ്ടെന്നും ബിന്ദു മേനോൻ പറയുന്നു. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സ്റ്റെഫിൻ, ഇത് കഴിഞ്ഞ 2-3 ദിവസമായി അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പോസ്റ്റുകളായി വന്നിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ പരാതിയുണ്ട്, താൻ കണ്ടതാണ്, തെളിവുണ്ട് എന്ന് ഭാര്യ വന്ന് പറയുകയാണ്. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു, പോസ്റ്റ് ഇട്ടിരുന്നു. KSU നേതാവായിട്ടുള്ള യദു കൃഷ്ണനാണ് ആദ്യം ഘട്ടത്തിൽ ഈ മന്ത്രി ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള ഈ ആരോപണം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പിന്നാലെ ഒരുപാട് പേർ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പരസ്യമായി അത്തരത്തിലൊരു പ്രതികരണം മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ ഭാഗത്തു നിന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് മാതൃഭൂമി.comനോട് ആണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആദ്യമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചത്. അതിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്തെ ഒരു പ്രമുഖനായ മന്ത്രിക്ക് എതിരെ ഗുരുതര ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ഭാര്യ എത്തുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ കൊള്ളാത്ത സാഹചര്യത്തിൽ കണ്ടു. ഒപ്പം തന്നെ അത് പ്രശ്നമായപ്പോൾ അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ആ ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ ആ ഫോൺ തട്ടിപ്പറിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ബിന്ദു മേനോൻ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറ്റും ഷെയർ ചെയ്യപ്പെട്ടിരുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ അതെല്ലാം തന്നെയാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, ഈ വിഷയം നടന്നപ്പോൾ പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 112 വിളിച്ചു. അതിനുശേഷം സഹായം അഭ്യർത്ഥിച്ച് ആ സ്ഥലത്ത് പോലീസ് എത്തിയെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇടപെടാതെ മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നമായി മാറുന്ന ഒരു സ്ഥിതി ഏതായാലും നിലവിലുണ്ട്. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീ, പ്രത്യേകിച്ചും ഒരു മന്ത്രിയുടെ ഭാര്യ, മന്ത്രിക്കെതിരെ ഇങ്ങനൊരു ആരോപണമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിയമസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുമ്പോൾ അങ്ങനെ പോലീസ് അലംഭാവം കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി ഏതായാലും കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിലെല്ലാം തന്നെ വരേണ്ടതുണ്ട്. മന്ത്രിയോ അല്ലെങ്കിൽ ഭാര്യയോ പരസ്യമായി ഒരു പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറായിരുന്നു. ഇതിപ്പം എനിക്ക് 1000 പ്രണയമുണ്ട്, 5000 പ്രണയമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പോയത് നമ്മൾ കേട്ടു. പക്ഷേ അതിൽ തീരില്ലല്ലോ. ഇത് ഗുരുതരമായ ആരോപണമാണ്. മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചു, മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചു, എന്നിട്ട് ഒരു നടപടിയും ഉണ്ടായില്ലേ? പോലീസിൽ വിളിക്കാൻ ശ്രമിച്ചു, നടപടി ഉണ്ടായില്ല. ഭാര്യ, അതപ്പോൾ പലതരത്തിൽ ഇതിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയമാണ്. എനിക്ക് പലരുമായി പ്രണയമുണ്ട്, പ്രണയമുള്ളതിൽ ആർക്കാണ് പ്രണയമില്ലാത്തതെന്നൊക്കെ ചോദിച്ച് അങ്ങ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു വിഷയമാണോ? ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് ഇവിടെയും പ്രായോഗിക തലത്തിൽ വരണ്ടേ? ഈ വിഷയം ഏതായാലും ഇതോടുകൂടി അവസാനിക്കില്ല. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാറിനും അത് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. കാരണം ഈ പ്രശ്നം കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം ആ ഒരു പ്രതികരണം പത്തനാപുരത്ത് നടത്തിയതും. അവിടെയെല്ലാം തന്നെ ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ മന്ത്രിയുടെ പ്രതികരണം വരുന്നത് വരെ ഈ ഭാര്യ ബിന്ദു മേനോൻ മറ്റൊരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുന്നതിനോ ഒന്നും വേണ്ടി തയ്യാറായിട്ടില്ല. ഇനി എന്ത് സമീപനം അവരുടെ ഭാഗത്തു നിന്നും വരും എന്നുള്ളതൊക്കെ തന്നെ കാണേണ്ടതുണ്ട്. ഏതായാലും മന്ത്രി നിസാരവൽക്കരിച്ചുകൊണ്ട് ഇതിനെയൊക്കെ തള്ളുകയാണ്. പ്രണയമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ നിരത്തുമ്പോഴും അതൊന്നും തന്നെ പത്തനാപുരത്തെ ജനങ്ങൾ മനസ്സിലാക്കില്ല. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇനിയും ജയിക്കും, കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോവുകയാണ്, നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നം ഇതൊരു കുടുംബ പ്രശ്നമായിട്ട് മാത്രം കാണാൻ കഴിയില്ല. കാരണം മന്ത്രി ഗണേഷ് കുമാറും ഭാര്യയായിട്ടുള്ള പ്രശ്നം മാത്രമായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് എതിരെ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായ രാഷ്ട്രീയ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഈ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പോകേണ്ടി വന്ന സാഹചര്യമൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. അങ്ങനെയാണ് ഈ പരാതിയും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ഭാര്യ ബിന്ദു മേനോൻ കൂടുതൽ പരാതിയുമായി, കാരണം ഈ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, സ്റ്റാഫുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ബലം പ്രയോഗിച്ചു